യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് വിൻസി ജോസഫ്. ഞാൻ മൗണ്ട് കാർമൽ ചർച്ച് തിരുപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഫെബ്രുവരി മാസമാണ് ഉടമ്പടി എടുത്തത്. അതിൽ 6 നിയോഗങ്ങളിൽ ഒരു നിയോഗം എൻ്റെ വിവാഹമായിരുന്നു. വിവാഹത്തിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ, കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. കണ്ട് പോകും, എല്ലാം റെഡിയാണെന്ന് പറയും, പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ അത് വേണ്ടാന്ന് വയ്ക്കുമായിരുന്നു. അങ്ങനെ പല തടസ്സങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് 2 വർഷത്തിന് ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എനിക്ക് 31ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പം ഞാനപ്പം ഉടമ്പടി എടുത്ത് 2020 ആയപ്പോഴത്തേന് കൊറോണ കാരണം എനിക്ക് ഇവിടെ വരാനോ ഉടമ്പടി പുതുക്കാനോ ഒന്നും പറ്റിയില്ല. ആ സമയത്ത് അച്ഛനെ ടെലിഫോൺ വഴി നമുക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യം പറയാം എന്നുള്ളൊരു പ്രോവിഡൻസ് കിട്ടിയപ്പം ഞാൻ അച്ഛനെ വിളിക്കുകയും ഞാൻ അച്ഛനോട് ആവശ്യം പറയുകയും ചെയ്തായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, നടക്കും, നീ വിശ്വസിച്ച് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തോ, ഉടമ്പടിയിലുള്ള നിൻ്റെ വിശ്വാസം നീ മുന്നോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ആ പ്രാവശ്യം വന്ന ആലോചന നടക്കുകയും 2021 ജനുവരി 9 എൻ്റെ വിവാഹം തമ്പുരാൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥയിൽ നടന്നു. അതിനുശേഷം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഉടമ്പടി. ഇവിടുത്തെ കൊറോണയും ഞാൻ കോയമ്പത്തൂരായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഉടമ്പടിയുടെ കൃപാസനമായിട്ടുള്ള എൻ്റെ ഒരു കോൺടാക്റ്റ് എന്ന് പറയുന്നത്, അപ്പം എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും, വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ എൻ്റെ കുറേ ആഗ്രഹങ്ങൾ എനിക്ക് എണ്ണി പറയാൻ തക്ക വിധം അല്ല, അതിൻ്റെ അപ്പുറം എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രത്യേകമായി ഞാൻ പറഞ്ഞിരുന്ന ഒന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞ് ഉണ്ടായ സമയത്ത്, അതായത് 2022 ജനുവരി 21 അവൾ ജനിക്കുന്നത്. അപ്പം ലാസ്റ്റ് മിനിറ്റ് വരെയും എന്നോട് പറഞ്ഞത്, നിനക്ക് C-സെക്ഷൻ വഴിയേ കുഞ്ഞ് നീ പ്രസവിക്കുകയുള്ളൂ എന്നായിരുന്നു. പക്ഷേ എനിക്ക് നോർമൽ ഡെലിവറി വേണമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിൽ ആ സമയം ആശുപത്രി വെച്ച് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ച് ഡോക്ടർമാർ പോലും അതിശയിക്കുന്ന പോലെ തന്നെ പറഞ്ഞ സമയത്തിന് മുമ്പ് എൻ്റെ കുഞ്ഞ് നോർമൽ ഡെലിവറി വഴി എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുമായിരുന്നു. UK പോകാൻ വേണ്ടി എൻ്റെ ബ്രദർ എല്ലാം ചെയ്തു വെച്ചു. പക്ഷേ ഫിനാൻഷ്യലിനും അതേപോലെ അവൻ്റെ വിസയ്ക്ക് വരെ കിട്ടാൻ കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. ഫിനാൻഷ്യലൊന്നും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഒന്നും റെഡിയായില്ല, ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എത്രയോ ആവശ്യമുള്ള അത്രയും തന്നെ ദൈവം എല്ലാം സമയാസമയത്തിന് ക്രമപ്പെടുത്തി തരികയും, അതേപോലെ ക്യൂൻ എലിസബത്ത് മരിച്ചെന്ന ഒരു കാരണത്താൽ നമുക്ക് വിസ കിട്ടുന്ന സമയം പോലും പോയി അവന് എൻട്രി ആകാനുള്ള ലാസ്റ്റ് മിനിറ്റിന് തൊട്ട് മുമ്പത്തെ ദിവസം അവന് വിസ കിട്ടുകയും അവൻ അവിടെ എത്തിച്ചേരുകയും ദൈവ അനുഗ്രഹത്താൽ അവനൊരു പാർട്ട് ടൈം ജോലി കിട്ടുകയും ചെയ്തു. ദൈവത്തിന് 100,000 നന്ദി, ആരാധനയും സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്നു.